കാസർഗോഡ് അമ്പലത്തറയിൽ സിപിഐഎം നേതാക്കൾക്കെതിരെ സ്ഫോടക വസ്തു എറിഞ്ഞു. സിപിഐഎം പ്രവർത്തകൻ തന്നെയാണ് സ്ഫോടക വസ്തു എറിഞ്ഞത്. അമ്പലത്തറ ആലൂർ സ്വദേശിയായ രതീഷാണ് ആക്രമണം നടത്തിയത്. സംഭവത്തിൽ ഒരാൾക്ക് പരിക്ക്. അർജുൻ ഹേമ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അർജുൻ, സിപിഎം പ്രവർത്തകൻ തന്നെയാണ് ഈ സ്ഫോടക വസ്തു നേതാക്കൾക്കെതിരെ എറിഞ്ഞിരിക്കുന്നത്. ഇയാൾ കൊലക്കേസിലടക്കം പ്രതിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് പ്രകോപന കാരണം? പരിക്കേറ്റ ആളുടെ നില എന്താണ്? അൻസു, നിലവിൽ പരിക്കേറ്റ ആൾ ആശുപത്രിയിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമ്പലത്തറ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരാൾക്കാണ് സംഭവത്തിൽ പരിക്കേറ്റത്. കണ്ണോത്ത് ആമിന എന്ന് പറയുന്ന ആൾക്കാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിക്കേറ്റത്. ഈ ഗൃഹസന്ദർശനത്തിൽ എത്തിയ സിപിഎം നേതാക്കൾക്ക് നേരെ സിപിഎം പ്രവർത്തകൻ ബോംബ് ഇത്തരത്തിൽ ഈ സ്ഫോടക വസ്തു എറിയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് രാത്രി ഏകദേശം 9 മണിയോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. നിരവധി കേസുകളിൽ പ്രതിയായ അമ്പലത്തറ ലാലൂർ സ്വദേശിയായ രതീഷ് എന്ന ആളാണ് ഇത്തരത്തിൽ ബോംബെറിഞ്ഞതെന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിവരം എന്ന് പറയുന്നത്. കണ്ണോത്ത് ഭാഗത്തായിട്ടാണ് ഏകദേശം 9 മണിയോടുകൂടി സംഭവം നടക്കുന്നത്. ലോക്കൽ സെക്രട്ടറിമാരായ അനൂപ് ഏഴമ്മയിൽ, അതുപോലെ തന്നെ ബാബുരാജ്, ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി അരുൺ ബാലകൃഷ്ണൻ എന്നിവർക്ക് നേരെയാണ് ബോംബ് എറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇതിൽ മറ്റൊരാൾക്ക് പരിക്ക് പറ്റുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ സ്ത്രീക്ക് പരിക്കേറ്റത്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്കാണ് ഈ പരിക്കേറ്റവരെ മാറ്റിയതെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. സംഭവത്തിന് ശേഷം ഈ രതീഷ് എന്ന് പറയുന്ന ആൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അമ്പലത്തറ പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. അൻസു.